ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ മുൻപിലേക്ക് റമലാൻ കടന്നു വരികയാണ്. റമലാൻ മാസം നമ്മൾ പലപ്പോഴും പറയുന്ന വാക്കാണ് ഈ ഒരു വർഷം എൻ്റെ നല്ല റമലാൻ ആയിരിക്കുമെന്ന്. പക്ഷേ പ്ലാനിംഗ് ഇല്ലാതെ എങ്ങനെയാണ് നല്ല റമലാൻ ഉണ്ടാക്കുക? നമ്മൾ പല കാര്യങ്ങൾക്കും ടൈം ടേബിൾ അല്ലെങ്കിൽ പ്രീ പ്രിപ്പറേഷൻസ് നടത്താറുണ്ട്. പക്ഷേ വളരെ പുണ്യമേറിയ മാസമായ റമലാനിന് നമ്മൾ പ്രിപ്പറേഷൻ നടത്താതെ നമുക്ക് അത് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി സാധിക്കുമോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റമലാൻ ടൈം ടേബിൾ അല്ലെങ്കിൽ റമലാൻ പ്രീ പ്രിപ്പറേഷൻസിനെ കുറിച്ചാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ റമലാനിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നത്? റമലാൻ എന്നത് 30 ഡേയ്സ് പ്രോസസ്സാണ്. അവസരങ്ങൾ വളരെ വലിയതാണ്. പക്ഷേ പലരും പലപ്പോഴും സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത്. പ്ലാനിംഗ് ഇല്ലെങ്കിൽ അവിടെ ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മുടെ സമയം ഉറക്കത്തിൽ ചെലവാകും. ഫോൺ സമയം കൂടുതലായിരിക്കും. ഖുർആൻ പാരായണം പൂർത്തിയാക്കില്ല. അവസാന 10 ദിവസം വരെ പലരും വെയിറ്റ് ചെയ്യും, പിന്നെ റിഗ്രറ്റ് ചെയ്യും. അതുകൊണ്ട് പ്ലാൻ ചെയ്ത റമലാൻ എന്നത് ഫലപ്രദമായ സക്സസ്ഫുൾ റമലാനായിരിക്കും. റമലാനിന് മുമ്പ് തന്നെ നിങ്ങൾ ടൈം ടേബിൾ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. റമലാൻ തുടങ്ങുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്യരുത്. അതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ എന്ത് നേടണം ഈ ഒരു റമലാനിൽ, അല്ലെങ്കിൽ ഖുർആൻ എത്രത്തോളം എനിക്ക് പാരായണം ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെയൊക്കെ നമസ്കാരം ഇംപ്രൂവ് ചെയ്യാം, പാപങ്ങൾ എങ്ങനെയൊക്കെ കഴുകിക്കളയാം എന്നെല്ലാം നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഗോൾസ് ഇല്ലാത്ത റമലാൻ എന്നത് ഡയറക്ഷൻ ഇല്ലാത്ത ഒരു യാത്ര പോലെയാണ്. ഒരു ഐഡിയൽ റമലാൻ ദിനചര്യ നമുക്ക് നോക്കാം. ഫജ്റിന് മുമ്പ്, അതായത് തഹജ്ജുദ് നമസ്കാരം പതിവാക്കുക, ദുആ പതിവാക്കുക, ഇസ്തിഗ്ഫാർ പതിവാക്കുക, ഖുർആൻ കുറച്ച് പേജെങ്കിലും പാരായണം ചെയ്ത് ശീലിക്കുക. രാത്രി സമയം എന്നത് അള്ളാഹുവിന് ഏറ്റവും അടുത്ത സമയമാണ്. അടുത്തത് ഫജ്റിലെ സമയം. ഫജ്ർ നമസ്കാരം മുടങ്ങാതെ ശീലിക്കുക. ശേഷം 20 മിനിറ്റ്സ് ദിക്ർ പതിവാക്കുക. ഖുർആൻ പാരായണം നടത്തുക. ചെറിയ ഉറക്കം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചെയ്യുക. ഫജറിന് ശേഷമുള്ള സമയം ഒരിക്കലും പാഴാക്കരുത്. ദെൻ മോർണിംഗ് റൂട്ടീൻ. ജോലി, പഠനം എന്നിവ നിങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുക. നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുക. പാപങ്ങൾ ഒഴിവാക്കുക. ലഘു ദിക്കറുകൾ പതിവാക്കുക. നോമ്പ് എന്നത് വിശപ്പിനല്ല, മറിച്ച് ഹൃദയ പരിശീലനത്തിനാണ്. ഉച്ചയ്ക്ക് അഥവാ ആഫ്റ്റർനൂൺ റൂട്ടീൻസ്. ളുഹർ നമസ്കാരം നിർവഹിക്കുക. ഖുർആൻ പാരായണം നടത്തുക. ചെറുതായി വിശ്രമിക്കുക. നെക്സ്റ്റ് അസർ സമയം. ഇതാണ് വളരെ ക്രിട്ടിക്കൽ സമയം. പലരും ഫോൺ, റീൽസ്, സ്ലീപ്പ് ഇങ്ങനെയൊക്കെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഖുർആനിലൂടെയും ദുആയിലൂടെയും ഇസ്തിഗ്ഫാറിലൂടെയും ഇസ്ലാമിക് ടോക്സ് കേൾക്കുന്നതിലൂടെയും സമയം ചെലവഴിക്കുക. ദെൻ ഇഫ്താറിന് മുൻപ് ആ ഒരു സമയമുള്ള ദുആ എന്നത് പ്രധാനമാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള സമയമാണത്. ഇഫ്താറിന് 10 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ ഫോൺ യൂസേജ് നിർത്തുക. കൈ ഉയർത്തി അള്ളാഹുവോട് ദുആ ചെയ്യുക. മഅരിബ് സമയം നിങ്ങൾ നമസ്കരിക്കുക. ലഘുഭക്ഷണം പതിവാക്കുക. കുടുംബ സമയം കൂടുതൽ യൂസ്ഫുൾ ആക്കുക. ഇശാ, തറാവീഹ് ഈ ഒരു സമയം നിങ്ങൾ മിസ് ചെയ്യരുത്. അത് റമലാനിൻ്റെ ആത്മാവാണ്. ദെൻ രാത്രി അല്ലെങ്കിൽ നൈറ്റ് റൊട്ടീൻ. ഈ ഒരു സമയം ഖുർആൻ പാരായണം സമാധാനത്തോടെ നിർവഹിക്കാൻ കഴിയുന്ന നിമിഷങ്ങളാണ്. ദുആ ചെയ്യുക, ഉറങ്ങുക, തഹജ്ജുദിന് വേണ്ടി നിയ്യത്ത് വെക്കുക. അതുപോലെ ഡേ റൂട്ടീൻസ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഖുർആനിന് വേണ്ടിയും നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുക. 30 ദിവസം എന്നത് 30 ജുസ് കംപ്ലീറ്റ് ആക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഓരോ നമസ്കാരത്തിന് ശേഷവും 10 പേജെങ്കിലും ഖുർആൻ പാരായണം നടത്തുമെന്ന്. അതിലൂടെ നിങ്ങൾക്ക് റമലാൻ മാസത്തിൽ ഖുർആൻ പാരായണം പൂർത്തിയാക്കാൻ സാധിക്കും. കൂടാതെ ദിക്റിലും നിങ്ങൾ പ്ലാനിംഗ് ഉണ്ടാക്കുക. ഡെയിലി ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നത് 100 പ്രാവശ്യമെങ്കിലും ശീലിക്കുക. സ്മോൾ ആക്ഷൻസ് എന്നത് ബിഗ് റിവാർഡാണ് നൽകുന്നത്. നിങ്ങൾ ശീലമാക്കേണ്ട കാര്യങ്ങളോടൊപ്പം ഒഴിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അമിതമായ ഉറക്കം, ഫോൺ യൂസേജസ്, ഗോസിപ്പ്, ആങ്കർ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. റമലാൻ എന്നത് എൻ്റർടൈൻമെൻറ്റിൻ്റെ മാസമല്ല,
അത് നമ്മൾ ഓരോരുത്തർക്കുമുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ മാസമാണ്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ ചിന്തിച്ചു നോക്കുക. ഈ ഒരു റമലാൻ മേ ബി നമ്മുടെ അവസാന റമലാൻ ആയിരിക്കാം. അപ്പോൾ നാം സോഷ്യൽ മീഡിയ ആണോ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അള്ളാഹുവോട് കൂടുതൽ അടുക്കുകയാണോ വേണ്ടത് എന്ന് ഇന്ന് രാത്രി തന്നെ നിങ്ങളൊരു ഡയറി എടുക്കുക. അതിലെഴുതുക, എൻ്റെ റമലാൻ ഗോൾസ് എന്തായിരിക്കും, എൻ്റെ ഡെയിലി ടൈം ടേബിൾ എങ്ങനെയായിരിക്കണം, ഞാൻ ഒഴിവാക്കേണ്ട പാപങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ എന്തൊക്കെയാണ്, ഞാൻ തുടങ്ങി വെക്കേണ്ട നന്മകൾ എന്തൊക്കെയാണ് എന്ന്. ഫ്രണ്ട്സ്, റമലാൻ വരും, എന്നാൽ വേഗത്തിൽ പോകും. പക്ഷേ തയ്യാറായിരിക്കുന്ന ഹൃദയങ്ങൾക്കാണ് സക്സസ്ഫുൾ ആകാൻ വേണ്ടി സാധിക്കുക. പ്ലാൻ ചെയ്തവർ റമലാനിൽ വിജയിക്കും, പ്ലാൻ ചെയ്യാത്തവർ റിഗ്രറ്റ് ചെയ്യും. അള്ളാഹു നമ്മുടെ റമലാനിനെ മികച്ച റമലാനാക്കി മാറ്റട്ടെ. നമ്മുടെ ജീവിതം തന്നെ റമലാൻ മാസത്തിൽ മാറ്റാൻ വേണ്ടി സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.